എന്റെ ഭഗവാനെ, ഈ ലോകത്തിലുള്ള എല്ലാവരെയും കാത്തോണേ, ആർക്കും ഒരു അസുഖം വരുത്തല്ലേ. നന്നായി. ഡോക്ടറായി എന്നെ കുറിച്ച് നിനക്ക് വല്ല ഇതുണ്ടാ? എന്തുണ്ടാന്ന്? വല്ല ചിന്തയുണ്ടോ നിനക്ക്? 24 മണിക്കൂർ ഈ വീട്ടിൽ കുത്തിയിരുന്ന് നിങ്ങളെ പറ്റി മാത്രമാ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. എന്നോടാണ് ഈ വർത്താനം പറയുന്നത്. എന്നിട്ടാണ് നീ ഇങ്ങനെ പ്രാർത്ഥിക്കണത്? എന്ത്? ലോകത്തുള്ള ആർക്കും ഒരു അസുഖം വരുത്തല്ലേന്ന്. അങ്ങനെയല്ലേ? അസുഖം വന്നില്ല എനിക്ക് പണിയുണ്ടാവോ? എല്ലാവർക്കും അസുഖം വരണമെന്ന് പ്രാർത്ഥിക്ക്. എല്ലാവർക്കും അസുഖം വരണേ, എല്ലാവർക്കും അസുഖം വരണേ. മതിയാ? ഇപ്പൊ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ഒരാളുടെ വയറ് കീറി ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടാണ് ഈ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ട്രൗസറും കീറിയിട്ടുണ്ടാവും. നമുക്ക് ജീവിക്കണ്ടേ? ഒരു കാര്യം ഞാൻ പറയട്ടെ, വയറ് കീറുന്നേക്കെ കൊള്ളാം, പക്ഷെ ശ്രദ്ധിച്ച് കീറണം. കഴിഞ്ഞ ദിവസം ഒരു രോഗിയുടെ വയറ് കീറിട്ട് എന്താ സംഭവിച്ചത്? സ്പോഞ്ച് അയാളുടെ വയറിന്റെ ഉള്ളിൽ വെച്ചിട്ട് മറന്നുപോയി. എന്നിട്ട് പിന്നെ എങ്ങനെയാ അയാളുടെ സ്പോഞ്ച് വയറ്റിലുള്ളതെന്ന് മനസ്സിലായത്? അതെ, ശസ്ത്രക്രിയ കഴിഞ്ഞ് അയാൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ എന്നെ ഫോൺ ചെയ്താണ്. ഡോക്ടറെ, എനിക്ക് ഭയങ്കര വെള്ളം ദാഹം, എന്തോരം വെള്ളം കുടിച്ചിട്ട് എനിക്ക് മതിയാവണമെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ അന്വേഷിച്ച് നടക്കുന്ന സ്പോഞ്ച് അയാളുടെ വയറിനകത്താണ്. പിന്നെ വിളിച്ചു വരുത്തി വീണ്ടും ഇത് ചെയ്തിട്ട് ഞാൻ പുറത്തെടുത്തു. എന്തായാലും പുറത്തെടുത്തല്ലോ, അത് മതി. പിന്നെ എനിക്കേ ഒരു കാര്യം പറയാനുണ്ട്, ഇങ്ങോട്ട് വന്നേ. വൈകുന്നേരം ഇതല്ലെന്നൊരു കാര്യം. പിന്നെ അതെ, നമ്മളുടെ ഇടയിൽ ഒരു സന്തോഷം വരാൻ പോകുന്നു. ഏത് സന്തോഷം? അധികം സംഭവിക്കൂല. സന്തോഷല്ല, സന്തോഷം. എന്ത് സന്തോഷം? നമ്മളുടെ ഇടയിൽ മൂന്നാമതൊരാള് വരാൻ പോവാ. റിയലി? സത്യം? ഓളക്കയിൽ നീരാടി ഓലത്തുമ്പിൽ ചാഞ്ചാടി ഇപ്പോഴാണ് ഭഗവാൻ എനിക്കൊരു ആശ്വാസമായത്. 10 വർഷമായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്. എവിടെ ചെന്നാലും ചോദിക്കും എന്തായി, ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റുമോന്ന്. ഇപ്പോഴെങ്കിലും അതിനൊരു തീരുമാനമായല്ല. സന്തോഷം. അയ്യോ, ആക്കാലല്ല, അമ്മാവനെ അമ്മായിനെയും കൂട്ടിട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് നമ്മുടെ കൂടെ കുറച്ച് ദിവസം നിക്കാനായിട്ട്. എന്റെ അമ്മായി വന്നണ്ട. അപ്പൊ കുഞ്ഞിക്കാലല്ല, മന്ദംകാലാണ്. ഇവിടെ ആരാ വരണെന്ന് പറഞ്ഞത്? അമ്മാവൻ. അപ്പൊ ചൊറി പിടിച്ചൊരു കാലം കൂടിയുണ്ട്. പിന്നെ മനുഷ്യന് എത്ര നേരം നിറയെ പേഷ്യൻസ് ഒക്കെ വന്ന് വെയിറ്റ് ചെയ്യുന്നു. നീ പോക്കോ. എന്താ വന്നപടി തിരിച്ചു പോണത്? അല്ല, ഡോക്ടർ വ്യാജം എഴുതി വെച്ചേക്കണം, പിന്നെ ആരെങ്കിലും വരുമോ? വ്യാജന്നല്ലടോ, ഈ വൈ അജയൻ എന്നാണ്. ഓ, അങ്ങനെയാണോ? നിങ്ങൾ കുത്തു കണ്ടില്ലേ? ആര് പറഞ്ഞു? ഇന്നലെ രാത്രിയിലും കണ്ടു. ഞാൻ കണ്ടു. അപ്പനും ഞാനും കൂടെ ഒരുമിച്ചിരുന്നാ കണ്ടേ. കുത്താ അപ്പുറത്തെ വീട്ടിലെ അഷറഫും ബഷീറും കൂടെ ഒയ്യോ വട്ടം പിടിച്ച് ഉരുണ്ട് കിടന്ന് കത്തിക്കുത്തായിരുന്നു. കത്തിക്കുത്തല്ലടോ, ഈ വീ കഴിച്ചിട്ടുള്ള കുത്തു കണ്ടില്ലേ? എന്താ സുഖം? നല്ല സുഖം, നല്ല സുഖം. എനിക്ക് ഭയങ്കര സുഖമാണ്. സാറിന് സുഖമാണോ? നിങ്ങൾക്ക് സുഖമാണെന്നല്ല, എന്താ അസുഖം എന്നാണ് ചോദിച്ചത്. ഇവനാണ് അസുഖം. ഇവന് ജപം തപം വ്രതം. ആ സീരിയൽ കണ്ടിട്ടുണ്ടായ സുഖം സാറ്? എന്താണ് ആ സീരിയൽ? ജപം തപം വ്രതം. അപ്പൊ നമുക്ക് ഇവന്റെ കഫം മലം മൂത്രം ഒന്ന് പരിശോധിക്കാം. പ്രാസം അത് ട്രെൻഡിങ് ഒരു അസുഖമാണ് സാർ. ഓ, അത് ഇവന് വൈറലാവണമെന്ന്. അത് കുഴപ്പമില്ല, നമുക്ക് എനിമ കൊടുക്കാം. അയ്യോ, എനിക്ക് വൈറലാകണമെന്നല്ല, എനിക്ക് വൈറലാകണമെന്നാണ് അപ്പം പറഞ്ഞത്. വൈറലാകണമെന്നോ? എന്താ വൈറലാകണമെന്ന് ഇത്ര? അത് ഈ വൈറലാകാൻ വേണ്ടിയിട്ട് സിനിമയൊക്കെ റിലീസ് ആവുന്നതിന്റെ ഞാൻ തിയേറ്ററിന്റെ മുമ്പത്ത് നിന്ന് തലവത്തി നിന്ന് കാണിക്കാൻ പറ്റുന്ന മൊത്തം കോപ്രായം കാണിച്ചിട്ട് ഞാൻ റിവ്യൂ പറഞ്ഞിട്ട് ഞാൻ വൈറലാവുന്നില്ല. വൈറലാവത്ത് ഇവനേക്കാളും വലിയ കോപ്രായം അവിടെ കാണിക്കുന്നു. പിന്നെ വേറെ ആൾക്കാരും അവിടെ കാണിക്കുന്നുണ്ട്. പിന്നല്ലേ വൈറലാകണം. തന്നെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ, ഒന്ന് പരിശോധിക്കും ഡോക്ടർ. എനിക്ക് വൈറലാകണം. ശ്വാസം ഒന്ന് വലിച്ചു വിട്ടേ. തന്റെ ചങ്കിടിപ്പ് എനിക്ക് ഇവിടെ കേൾക്കാല്ല. എന്റെ പൊന്ന് സാറാ കുന്ത്രാണ്ടം വെക്കാന്ന് എനിക്ക് കേൾക്കാൻ സൗണ്ട്. എന്റെ ചങ്കിടിപ്പ് എനിക്ക് കേൾക്കാം ഡോക്ടർ. അപ്പാ ഞാൻ ചത്തോ? എന്റെ വിധിയുടെ അങ്ങനെയാണെന്ന് നിന്റെ വിധി. എനിക്ക് കേൾക്കാം. ഒരു മിനിറ്റ്. നീ എന്തായി കാണിക്കണത്? ഞാൻ ഈ ആണി എത്ര നേരം അറിയോ ഇതിലോട്ട് ഇവിടെ തറച്ചു വെക്കണത്? അതൊരു അഴ കെട്ടാൻ വേണ്ടിട്ട്. അയ്യോ, ഈ ആണി ഇങ്ങനെയാണ് അടിച്ചു കയറ്റുന്നത്. എന്റെ മോനെ ഇങ്ങോട്ടല്ലേ? അപ്പൊ ആ ഭിത്തിയിൽ വേണ്ടേ അടിക്കാനായിട്ട്? ഒന്നും വിചാരിക്കരുതേ, എന്റെ ഭാര്യ മണ്ടത്തരത്തിന്റെ ആസക്തി. മത്ത കുത്തിയ കമ്പിളി മുളയ്ക്കോ? കമ്പിളി അല്ല, മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കോ? അതാ അപ്പൊ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? കുമ്പളങ്ങി. വെറുതെ അല്ല. തന്നെ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേ തനിക്ക് പനിയുണ്ട്. വെറും പനിയാ? വെറും പനിയല്ല, വൈറൽ ഫീവർ. ഇപ്പൊ കറക്റ്റ് ആയി. ഞാൻ വൈറലായെങ്കിലും എന്റെ പനിയെങ്കിലും വൈറലായല്ലോ. പിന്നെ ഡോക്ടർ, എനിക്ക് വയറുവേദനയുണ്ട്.
അത് തന്റെ വയറ്റിലൊന്നും ഇല്ലാണ്ടായിരിക്കും. അപ്പൊ ഈ ചേട്ടന് ഇടക്കിടക്ക് തലവേദന എന്ന് പറയുന്നതോ? ആ തലയിലൊന്നും ഇല്ലാത്തോണ്ട്. എടി എന്നെ ബുദ്ധിമുട്ടിക്കാതെ. ഓടി. ഇങ്ങോട്ടോ, തന്നോടല്ല താൻ ഇവിടെ വാ. സാറേ എനിക്കൊരു സംശയം ചോദിക്കാൻ. എന്താണ് തന്റെ സംശയം? ഡോക്ടറെ കാണുമ്പോൾ ചോദിക്കുന്ന വിചാരിച്ച സംശയമാണ്. ചോദിച്ചോളൂ. നമ്മൾ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ നമ്മൾ ട്രിപ്പ് കൊടുക്കുമല്ലോ. ട്രിപ്പ് ഇടും. ട്രിപ്പ് കൊടുക്കുമ്പോൾ നമ്മള് ഈ ലൂക്കോസിന്റെ കുപ്പി തൂക്കിയിട്ട് ഗ്ലൂക്കോസ് അല്ല ഗ്ലൂക്കോസ്. എന്തെങ്കിലും ആവട്ടെ, ലൂക്കോസിന്റെ കുപ്പി തൂക്കിയിട്ടിട്ട് ഇങ്ങനെ തുള്ളി തുള്ളി തുള്ളിയാ അതങ്ങനെ വരുള്ളൂ. തുള്ളി തുള്ളി തുള്ളിയായിട്ട് ഭയങ്കര ലാഗല്ലേ സാറേ, അഞ്ഞേ ലാഗല്ലേ. ഈ സാധനം എടുത്തിട്ട് ഒറ്റ അടി, ഒറ്റ തട്ട്, 2 തുള്ളി അങ്ങനെ തിളക്കാം, ഒറ്റ അടി. പരിപാടി ഇടുന്നില്ലേ? പിന്നെ നിന്റെ പരിപാടി എപ്പോ തീർത്ത് നോക്കിയാൽ മതി. അപ്പന് ഗ്യാസ് തലക്ക് കയറുമ്പോഴാണ് ഇങ്ങനത്തെ ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടാവും. ഗ്യാസ് ഉണ്ടല്ലേ? ഗ്യാസ് എങ്ങനെ ഏമ്പക്കമായിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിലൂടെയാണ്? ബ്ലോക്ക് ഇല്ലാതെ ഏത് വഴിക്ക് വേണമെങ്കിലും വരാം. അത് ശരിയാ. ബ്ലോക്കിൽ പെട്ടാ ഭയങ്കര പണിയാ. നേര് വഴിക്ക് വിട്ടോ, അതാ സുഖം. അങ്ങനെ വിട്ടോളാമേ. എന്ത് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടോ? അയ്യോ, അത് വണ്ടി കണ്ടീഷൻ അല്ലാത്തോണ്ടായിരിക്കും. സാറേ പുള്ളിക്കാരി വണ്ടി തന്നെയല്ലേ പറഞ്ഞേ? അവനെ എനിക്ക് ഉദ്ദേശിച്ചത് അതാണ്. അതെ, അപ്പൊ ഇങ്ങോട്ട് പോന്നോ, ആ വഴി പോന്നോ. എടി, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ട്. അതെ, അമ്മാവനും അമ്മായും കൂടെ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. വഴി മൊത്തം ഭയങ്കര ബ്ലോക്ക്. അപ്പൊ ഞാൻ ബ്ലോക്ക് ഇല്ലാത്ത വഴി പറഞ്ഞു ഏതെങ്കിലും വഴി പറഞ്ഞു കൊടുക്കുക. അതൊക്കെ എന്തിനാ ഇവിടെ വന്ന് പറയണത്? അത് തന്നെ, ആ വഴി തന്നെ. പറ. പോന്നോ. അപ്പനെ ഞാൻ ഇത് ഇവിടെ വെച്ചേടാ. അല്ല, ഈ അപ്പന് തലയിറക്കത്തിന്റെ അസുഖമുണ്ട് സാറേ. തലയിറക്കത്തിന്റെ അസുഖമുണ്ട്. ഞാനൊരു മരുന്ന് കുറിച്ച് തരാം. അത് കഴിച്ചു കഴിയുമ്പോൾ അപ്പന്റെ തലയിറക്കം മാറിക്കോളും. പക്ഷെ എന്റെ ഫീസ് കാണുമ്പോൾ പുള്ളി വീണ്ടും ഒന്ന് തലയിറങ്ങി വീഴാൻ സാധ്യത. അപ്പൊ ഡോക്ടർ വീണ്ടും മരുന്ന് കുറിച്ച് തരണം. അപ്പൊ ഞാൻ വീണ്ടും ഫീസ് കൂട്ടി എഴുതും. എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? എന്നോട് മറ്റേ തലയിറക്കം ഒന്ന് കോംപ്രമൈസ് ചെയ്യാൻ പറ. ഫീസിന്റെ കാര്യത്തിൽ ഞാൻ യാതൊരു കോംപ്രമൈസ് അതല്ല പറയണ്ടേ അപ്പന. അതുകൊണ്ട് അല്ല, എനിക്ക് ഗുളിയൊന്നും എഴുതിയില്ല. തനിക്ക് വൈറൽ ഫീവറിനുള്ള 3 ഗുളിക ഞാൻ എഴുതുന്നുണ്ട് കേട്ടോ. ഇത് എങ്ങനെയാ കഴിക്കേണ്ടേ? ഈ ആദ്യം എഴുതിയേക്കണ ഗുളികയില്ലേ, അത് സ്റ്റാറ്റസ് നോക്കുന്നതിന് മുമ്പ് കഴിക്കണം. 2ാമത്തെ ഗുളിക FB നോക്കുന്നതിന് ഇടയിൽ കഴിച്ചാൽ മതി. 3ാമത്തെ ഗുളിക വാട്സപ്പ് നോക്കി കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി. സാറേ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരാമോ? എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് മനസ്സിലാവാനായിട്ട് ട്രെൻഡിങ്ങിൽ പറഞ്ഞതാണ്. ആദ്യത്തെ ഗുളിക ഈ സ്റ്റാറ്റസ് ഇടുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ സ്റ്റാറ്റസ് ഇടുമല്ലോ രാവിലെ. അപ്പൊ അത് കഴിക്കണം. FB നോക്കുന്നതിനിടയിൽ, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നതിന് ഇടയിൽ, പിന്നെ രാത്രി വാട്സപ്പിൽ ഇറങ്ങുമ്പോ. ഫുഡ് കഴിക്കാനായിട്ട് രാത്രി വാട്സപ്പിൽ നിന്ന് ഇറങ്ങുമല്ലോ. അപ്പൊ അത് 3 നിങ്ങൾ കഴിച്ചാൽ മതി. നിങ്ങളുടെ പനി മാറിക്കോളൂ. സാറേ ഒരു സംശയം ചോദിക്കാണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ വിരലിന്റെ പകരം നാക്ക് ശസ്ത്രക്രിയ ചെയ്തു. എടോ, അതാ ഡോക്ടറിന്റെ അശ്രദ്ധ കാരണമാണ്. ഡോക്ടർമാർക്ക് ആദ്യം വേണ്ടത് ശ്രദ്ധയാണ്. നമ്മള് എങ്ങനെ സർജറി ചെയ്താലും അവയവം മാറാൻ പാടില്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ തന്നെ ഞാൻ എന്റെ ഹോസ്പിറ്റലിൽ ഒരാളുടെ വയറ് കീറി ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വന്നേക്കുന്നത്. ഹോസ്പിറ്റലിൽ നിന്നാണ്. അഭയ സിസ്റ്ററെ പറഞ്ഞോ, എന്താണ്? അയ്യോ, അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ അങ്ങോട്ട് വരാം. ഇല്ല, ഞാൻ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ അല്ല ഡോക്ടറെ, ഞാൻ ഈ മരുന്ന് കഴിച്ചാൽ വൈറലാവോ? താൻ വൈറലാവാൻ സാധ്യതയില്ല. മിക്കവാറും ഞാൻ വൈറലാവാൻ സാധ്യതയില്ല. എന്താ? ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഒരാളുടെ വയറ് കീറി ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടാണ് വന്നതെന്ന്. ശരിക്കും അയാളുടെ ഭാര്യയുടെ വയറാണ് കീറേണ്ടിരുന്നത്. കൂട്ടിരിക്കാൻ വന്ന അയാളുടെ വയറാണ് ഞാൻ കീറിപ്പോയത്. അങ്ങനെ ഒരു അബദ്ധം എനിക്ക്. അത് ഡോക്ടറുടെ അശ്രദ്ധ കൊണ്ടാ പറ്റിയ? ഒരിക്കലും എന്റെ അശ്രദ്ധയല്ല. ആള് മാറിയെങ്കിലും ഞാൻ അവയം മാറി ശസ്ത്രക്രിയ ചെയ്തില്ലല്ലോ. അപ്പൊ ഈ ആഴ്ച ഡോക്ടർ വൈറലല്ല, പിന്നെ ഏറില്ല.